ഡേ 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉഷ്ട്രാസന, ക്യാമൽ പോസ് ആണ്. ഒരു ബാക്ക് ബെൻഡിങ് ആസനയാണ്. ആദ്യം തന്നെ വജ്രാസന സ്ഥിതി, ഉപ്പൂറ്റിയിലിരിക്കുന്ന നടുവ് നിവർത്തി നേരെ ഇരിക്കുന്ന സ്ഥിതിയാണ് വജ്രാസന. ഈ സ്ഥിതിയിൽ ഇരിക്കുക. ശേഷം മുട്ടുകുത്തി നിൽക്കുക. കാൽമുട്ടുകൾ തമ്മിൽ ഒരു 1 ഫീറ്റ് ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കട്ടെ. കൈകൾ ബാക്കിലായിട്ട് സപ്പോർട്ട് ചെയ്യുക. അർദ്ധ ഉഷ്ട്രാസന വെച്ച് ആരംഭിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ബാക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കൈമുട്ട് മാക്സിമം പുറകിലോട്ട് ചേർത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, ഷോൾഡർ റോൾ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. സാധിക്കുന്ന പോലെ മാത്രം. സാധാരണ ശ്വസനത്തിൽ നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 and 5. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ഉപ്പൂറ്റിയിലിരിക്കാം. ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്യാം. കാൽമുട്ട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ബെൻഡ് ചെയ്ത് ഈ രീതിയിൽ റിലാക്സ് ചെയ്യാം. ഇനി അതല്ല, തീരെ മുന്നോട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കാത്തവർ കാൽമുട്ട് അകത്തി വെച്ചുകൊണ്ട് കൈ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് തല മുന്നോട്ട് കുനിച്ച് ശരീരത്തെ പൂർണ്ണമായി റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. ശശാങ്കാസനയാണിത്. ശേഷം സാവധാനം തിരിച്ചു വരിക. നമ്മളിന്ന് പരിചയപ്പെട്ടത് അർദ്ധ ഉഷ്ട്രാസനയാണ്. ഇനി ഇത് പരിശീലിക്കാൻ എളുപ്പമാണ് എന്നുള്ളവർക്ക് ഇതിൻ്റെ ഫൈനൽ പൊസിഷനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. കൈകൾ പുറകിലായിട്ട് സപ്പോർട്ട് ചെയ്തു. ശ്വാസം എടുത്ത് പതിയെ ബാക്കിലോട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം കൈകൾ കാലിൽ പിടിച്ച് പതിയെ തല പുറകിലോട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സ്ഥിതിയാണ് ഉഷ്ട്രാസന. അതേപോലെ സാവധാനം തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു ആസന പതിയെ പതിയെ പരിശീലിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഫൈനൽ സ്ഥിതിയിലോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ പതിയെ പതിയെ ചെയ്ത് ശരീരം പഴക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. റെസ്പിറേറ്ററി ഇഷ്യൂസ്, ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. അതുപോലെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഉപകാരപ്രദമായ ആസനയാണ് ഉഷ്ട്രാസന. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.